ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ദേ രാവിലെ തന്നെ ചീര ഉലത്ത് കഴിച്ചിട്ടാണ് എൻ്റെ ദിവസം ഒന്ന് തുടങ്ങണത്. ദിവസം ഒന്ന് തുടങ്ങണം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ എഴുന്നേറ്റ് വന്നിരിക്കണുള്ളൂ എന്ന് വിചാരിക്കരുത് കേട്ടാ. ഞാൻ നേരത്തെ എഴുന്നേറ്റ് അമ്പലത്തിലൊക്കെ പോയി, ഇന്ന് കുറേ ദിവസത്തെ അമ്പലത്തിലൊക്കെ പോയി വന്ന് വീട്ടിലെ അടുക്കളയിൽ വലിയനെ കുറച്ച് സഹായിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇന്നലെ കുറച്ച് ചീര ഉലത്തിയതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം ചൂടാക്കി കഴിച്ചതാണ് കേട്ടോ. ചീര ഉലത്തൊക്കെ നല്ല അടിപൊളിയല്ലേ. ഇപ്പോൾ ചീര ഉലത്തൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വേഗം കഴിക്കും. എങ്ങനെയും ബ്ലഡ് ഉണ്ടാക്കുക, അതാണ് ഇപ്പോഴത്തെ എൻ്റെ ലക്ഷ്യം. അപ്പോൾ അതേ അങ്ങനെ ഞാൻ റാത്ത് വന്നിരുന്ന് കഴിക്കുമ്പോൾ ചേട്ടനും ആഷിലും കൂടി അവിടെ മുറ്റത്ത് കുറച്ച് മരങ്ങളൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വെട്ടിക്കളയാനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ചായക്കുന്ന് കഴിക്കാനായിട്ട് ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ മൂന്നുപേരും കൂടി ഇരുന്ന് കഴിക്കണമായിരുന്നു. അത് ഞങ്ങളുടെ കഴിക്കലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ദേ അമ്മയും കണ്ണനും എത്തിയേട്ടാ. അപ്പം അമ്മ വന്നപ്പോൾ അമ്മയുടെ ഒരു കൂട്ടുകാരത്തി മുരിങ്ങയില കഴിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ നമ്മുടെ മുറ്റത്തുനിന്ന് കുറച്ച് മുരിങ്ങയിലയൊക്കെ എടുത്ത് അത് ഞങ്ങളെല്ലാവരും കൂടി നന്നാക്കി ദേ അമ്മ അത് നല്ല അടിപൊളിയായിട്ട് ഇച്ചിരി തേങ്ങാപ്പീരയൊക്കെ ഇട്ട് ഒലത്തി തന്നിട്ടുണ്ട് കേട്ടോ. അത് ഇതുവരെ ഞങ്ങളാരും മുരിങ്ങയില കഴിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇത്തിരിച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണേണ്, എങ്ങനെയുണ്ട് മുരിങ്ങയിലയുടെ ടേസ്റ്റ് എന്നൊക്കെ നോക്കണേണ്. കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ്. അത് കഴിഞ്ഞ് ഇതേ പിന്നെ അമ്മയും കണ്ണിന് അപ്പം തന്നെ പോകാമെന്നും പറഞ്ഞിട്ട് അവർക്ക് എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്നും പറഞ്ഞിരുന്നതാണ്. പക്ഷേ പിന്നെ പോയില്ല. പിന്നെ വേഗം തന്നെ ഉരുളക്കിഴങ്ങൊക്കെ അങ്ങനെ ഒന്നൊലത്ത, പിന്നെ എന്തേ സോയാബോളുണ്ട്, പപ്പടം ഉണ്ട്. അപ്പോഴേക്കും ഞാൻ എന്തേ കുറച്ച് കുമ്മട്ടിങ്ങയും മറ്റേ ആ ഡ്രാഗൺ ഫ്രൂട്ട് ഇതുവരെ അമ്മ കഴിച്ചിട്ടില്ല കേട്ടോ. അമ്മയും കണ്ണനും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാനപ്പുറത്ത് അതും കൂടി കട്ട് ചെയ്തെടുക്കാമെന്ന് കരുതി. അമ്മ അത് ഫോൺ ചെയ്യണതിൻ്റെ ഇതിലാണെന്ന് തോന്നുന്നത്. നമുക്കതിൻ്റെ ടേസ്റ്റൊന്നും വലിയ കാര്യമായിട്ട് മനസ്സിലായിട്ടില്ല, വെറുതെ തലാട്ടിയതാണെന്ന് തോന്നുന്നത്. ഇനി നമുക്കന്നൊരു കാര്യം ചെയ്യാവേ, തന്നെ കണ്ണനെയും സുധു ഇത് കഴിക്കാൻ പോണില്ല, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഇതിന് മുമ്പ് ഒരു ദിവസം മുറിച്ചപ്പോൾ സുധുവിന് അത്ര ഇഷ്ടമായില്ല. കണ്ണന് കൊടുത്തു നോക്കാം. കണ്ണൻ കുമ്മട്ടിങ്ങ എന്നിട്ട് ആദ്യം എടുക്കാൻ പോയത്. ഞാൻ പറഞ്ഞു ഇതൊന്നും എടുക്കാനായിട്ട്. അപ്പോൾ ഇത് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കണ്ണന് തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന് അവൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എന്നാലും വീഡിയോക്ക് വേണ്ടിയിട്ട് അവൻ സൂപ്പറാണെന്ന് കാണിച്ച്. സുധുവിന് കാണിച്ചപ്പോൾ സുധുവിന് പിന്നെ വേണ്ടെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ കൊടുത്തില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറയുന്നിട്ട് വർത്താനം പറയുന്നതിൻ്റെ ഇടയ്ക്ക് കൂടി ഞങ്ങളുടെ വീട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത്. വർത്താനം പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്നില്ലെങ്കിൽ റീൽസ്, അല്ലെങ്കിൽ ഇതേ അമ്മയുടെ ഓണക്കളി ഇപ്പം അമ്മ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഓണക്കളിയും കാര്യങ്ങളൊക്കെ അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നലത്തെ കുറച്ച് പാവക്കക്കറി ഉണ്ടായിരുന്നു, പിന്നെ ഇതേ ഉരുളക്കിഴങ്ങ് ഒലത്തി, പിന്നെ പപ്പടം, പിന്നെ ഒരു തക്കാളിയുടെ ഒരു സൂത്രക്കറി, അങ്ങനെ ചമ്മന്തി, അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് വേഗം ചോറൊക്കെ കഴിച്ചിട്ട് അപ്പം കണ്ണൻ കുറേ നേരമായി പോകാമെന്ന് പറയണത്. അങ്ങനെ ദേ അവരങ്ങനെ പോകാനിറങ്ങി കേട്ടോ. ഹലോ, അപ്പോൾ നോക്കിയാൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാ. ഫുഡ് കഴിച്ച 3 മണിയൊക്കെ പിന്നെ ഫുഡൊക്കെ കഴിച്ചത്. ഞാൻ കാണിച്ചു കൊടുത്തു. അതെ, അപ്പോൾ ഞങ്ങൾ പോവാണ്. എന്താണ് അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി. അപ്പൊ അതിന് മുന്നേ ഒരു തക്കു പറഞ്ഞിട്ടുണ്ടായെന്ന് പറഞ്ഞു സുധു അടുത്ത ദിവസം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുധു. പിന്നെ എല്ലാവരും ചോദിച്ചിട്ട് സുധു നാടകത്തിൽ എന്റെ ഒന്നും പറഞ്ഞില്ല. നീ ഒരു വീഡിയോ അതെന്താ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിരുന്നു, കുറച്ച് ഭാഗമൊക്കെ എടുത്തു വെച്ചു. പക്ഷെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അതിനിടക്കാണല്ലോ എനിക്കിങ്ങനെ ആസ്പത്രിയിലൊക്കെ വന്നത്. കുറച്ച് ഭാഗം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ അത് പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അതിന് നമ്മുടെ സ്കൂളിലെ ജില്ലാ മത്സരത്തിന് പോയതിൽ ഇവർക്ക് 2ാം സ്ഥാനം വരുന്നിട്ട്. ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, നന്നായിട്ട് പെർഫോം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2ാം സ്ഥാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെ, അതിലുപരി നല്ല അർഹതപ്പെട്ടവർക്ക് സൂപ്പർ നാടകമായിരുന്നു. രാമായണം ഭാഗമാക്കിയിട്ടുള്ളൊരു നാടകമായിരുന്നു. സൂപ്പറായിരുന്നു, പിള്ളേരൊക്കെ അടിപൊളി. അതിലുപരി വേറൊരു കാര്യോട് പറയാണ്ട്, അതിനുശേഷം പിറ്റേ ദിവസം നമുക്ക് സുധുവിന് വേറൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അതെന്താ അവസരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുധുവിന് ഡബ് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഡബ് എന്ന് വെച്ചാൽ സ്കൂളിൽ തന്നെയാണ് അവരുടെ നാടകത്തിന് ഡബ് ചെയ്യണം അല്ലേ മാം? സ്കൂളിൽ നമ്മുടെ സ്കൂളിൽ തന്നെ കുറച്ച് വയ്യാത്ത കുട്ടികളുടെ ഒരു നാടകത്തിൻ്റെ പരിപാടികളുണ്ട്. അത് നമ്മുടെ പറവൂർ ടൗൺ ഹാളിൽ വെച്ചിട്ടാണ്. ഡിസംബർ 3-ാം തീയതിയാണ്. അപ്പം അതിൽ അവർക്ക് വേണ്ടിയിട്ട് സുധുവിനോട് ഡബ് ചെയ്യാനായിട്ട്, സുധു കഴിഞ്ഞ നാടകത്തിൽ ഹൈസ്കൂളിൽ പോയൊരു കുട്ടിയും കൂടി ഇവർ രണ്ടുപേരെയാണ് സെലക്ട് ചെയ്തേക്കണം. അപ്പം ഇവർ രണ്ടുപേരാണ് അവർക്ക് വേണ്ടിയിട്ട് സൗണ്ട് കൊടുക്കാൻ പോകുന്നത്. അതായത് സുധുമാലക്ക് പോണ ദിവസം തന്നെയാണ്. അങ്ങനെ ഒരു വലിയൊരു ഭാഗ്യം സുധുവിന് കിട്ടിയ സന്തോഷമാണ്. അപ്പം ഞാൻ എല്ലാവരും കൂടി കൂടിയിട്ട് പറയാലാന്ന് വിചാരിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയണമെന്ന് കരുതിയെങ്കിലും ഞാൻ പിന്നെ ഓർത്ത് വേണ്ട, അമ്മയ്ക്ക് എന്തായാലും ഇന്ന് വരുമെന്ന് പറഞ്ഞല്ലോ. അപ്പം എല്ലാവരും കൂടി കൂടിയിട്ട് പറയാമെന്ന് കരുതി. വേറൊരാളോട് ഉണ്ടട്ടാ. അതെ, ഉച്ചക്കാണ് പരിപാടി. 1 മണിയാകുമ്പോൾ കഴിയും. അത് കഴിഞ്ഞിട്ടാണ് നിറ. അപ്പം നമ്മുടെ നിറയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായില്ല ഞാൻ. ഡിസംബർ 3-ാം തീയതിയാണ് നമ്മുടെ നിറ. വൈകുന്നേരം 4 മണിക്കാണ് കണ്ണൻ്റെ നിറ. വൈകുന്നേരം ദീപാരാധനക്കാണ് നമ്മുടെ സുധുവിൻ്റെ സുനിച്ചേട്ടൻ്റെ നിറ. വീട്ടിൽ വെച്ച് തന്നെ കേട്ടോ. നിറയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ ആരുടെയെങ്കിലൊക്കെ ഫോണൊക്കെ കൊടുത്തിട്ട് എടുക്കാൻ നോക്കണം. പിന്നെ എന്താണ്, ചെറിയ ചുമയുണ്ട്, ചെറിയൊരു പനിയുണ്ട്, ചെറിയ ഒരു പനിയൊക്കെ ഉണ്ട്.
അതെ മറ്റേതാ പോകും. അതെ 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 അതെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതെ പറ. അല്ല എല്ലാവരും പ്രാർത്ഥന സപ്പോർട്ടൊക്കെ ഉണ്ടാകും. പിന്നെ നാടകത്തിന്റെ റിസൾട്ട് 2ാം സ്ഥാനം വരുന്നു. അപ്പൊ അതിലും നല്ല സന്തോഷമുള്ളൊരു വാർത്ത. ഗഡോൾക്കജൻ പൊളിക്കേണ്ടതായിട്ട് അടിപൊളിയായിരുന്നു. സുധുവിന്റെ ഭാഗം എല്ലാവരും സുധുവിന്റെ ഭാഗം ഒന്നല്ല, നാടകത്തിൽ അഭിനയിച്ച എല്ലാവരും അവരവരുടെ ഭാഗം നല്ല ക്ലിയർ ആയിട്ട് വിനയായിട്ട് ചെയ്ത്. പക്ഷെ അതിൽ നന്നായിട്ട് ചെയ്ത് നാടകം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും നന്നായിട്ട് കഷ്ടപ്പെട്ട പിള്ളേരായിരുന്നു കേട്ടോ. അത് ഇവരും കഷ്ടപ്പെട്ടിട്ടുണ്ടായി. പിന്നെ ഇവരുടെ കുറച്ച് സൗണ്ടിന്റെ ഒക്കെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വേറെ ഒരുവിധം പരിപാടിക്കൊക്കെ പോയാലും അർഹതപ്പെട്ടവർക്കെല്ലാം കിട്ടാത്തത് അർഹതപ്പെട്ടവർക്ക് നന്നായിട്ട് അത് ഞങ്ങളിങ്ങനെ പറയാനേ. അത് പ്രത്യേകിച്ച് നമ്മുടെ കോണക്കളി അത് പറയുമ്പോ ഒരു വിങ്ങലുണ്ടാവും. ഉള്ളിന്ന് പറഞ്ഞിട്ട് ഇത് പറയണ്ട, ഉള്ളിന്ന് വന്നിട്ടാണ്. അതിന്റെ ഉള്ളിൽ നിന്ന് അർഹതപ്പെട്ടവർക്ക് കിട്ടാത്ത എന്തോരം സ്ഥലങ്ങളുണ്ടെന്നാ ഉണ്ടാവും. അപ്പൊ ഇത് അർഹതപ്പെട്ടവർക്ക് തന്നെയാണ്. എന്റെ പോലെ ഇത് പറയുമ്പോ നമ്മുടെ ഓണക്കളിയുടെ ജഡ്ജിമെന്റ് ഒരു ജഡ്ജിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓണക്കളി ചെയ്തിട്ട്. ആ ജഡ്ജിന് ബൈലൊക്കെ ഞങ്ങൾ എന്തിനാ നോക്കണത്, ഞങ്ങൾക്ക് അത് അന്വേഷിക്കേണ്ട ആവശ്യമില്ലെന്ന്. നിയമാവലി നോക്കിയാൽ അത് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല അതെ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണനായിട്ട് ഒരു തർക്കമൊക്കെ ഉണ്ടായതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അവിടെ ഞങ്ങൾക്ക് അർഹത ഉണ്ടായിരുന്നില്ല കേട്ടാ. ഞങ്ങളിൽ അർഹതപ്പെട്ടവരവിടെ ഉണ്ടായിട്ട് അവർക്ക് കിട്ടാത്തതിന്റെ വിഷമം ഉണ്ട്. ഞങ്ങളുടെ സംഭവം ഒന്നും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കും. അങ്ങോട്ട് വാലടിച്ചിട്ടുണ്ട്. അയ്യോ ദേവിയെ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് കാര്യം. വെറുതെ പറഞ്ഞേട്ടാ നിങ്ങൾ ഒരാളെ മിസ് ചെയ്യണ്ടാവല്ലേ. ഒരാളിപ്പോ ദേവര് പോണ വഴിക്ക് കൊണ്ടുപോകട്ടാ. അതെ ശ്രുതി നമ്മളിപ്പോ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയണില്ല എന്നാലും അപ്പൊ ഇനി വലിച്ചിട്ടല്ല കൈവേന എടുക്കണം. അപ്പൊ അവന് ബാക്കി ഇഷ്ടം തക്കോ കാണിച്ചിട്ട് നിർത്തും കേട്ടാ. പിന്നെ ഇവര് പോട്ടെ. അപ്പോൾ ദേ അവരങ്ങനെ പോയിട്ടാ. അവർ പോയി കഴിഞ്ഞ് ഞങ്ങൾ ദേ രണ്ടുപേരും കൂടി പിന്നെ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി കേട്ടാ. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ അവർ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു വിഷമം കേട്ടാ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.